ഇപ്പോൾ SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല, പിണറായിയുടെ നിയന്ത്രണത്തിലാണ്. മനഃപൂർവ്വം ചാർജ് ഷീറ്റ് കൊടുക്കാതെ ഓരോ പ്രതികളെയായിട്ട് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സർക്കാരിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. സോണിയാഗാന്ധിയുടെ ചിത്രം കാണിച്ച് കോൺഗ്രസ്സിനെ നിശബ്ദമാക്കി ഈ കള്ളന്മാർ രക്ഷിക്കാനാണ് ഇവർ നോക്കുന്നത്. അത് ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇന്ന് നിയമസഭയിലൊക്കെ അല്പം പരുഷമായി ഞങ്ങളുടെ അംഗങ്ങൾക്ക് പെരുമാറേണ്ടി വന്നത്. അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷേ ഇങ്ങനെ കൊള്ള ചെയ്തവർ രക്ഷപ്പെടുമ്പോൾ അതെങ്ങനെ ഒരു പ്രതിപക്ഷത്തിന് കൈ കെട്ടി നോക്കിയിരിക്കാൻ കഴിയും? ഭക്തജനങ്ങളാകെ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഭഗവാന്റെ സ്വർണം നഷ്ടപ്പെട്ടതും പോരാ, ആ കട്ട കള്ളന്മാർ ഓരോരുത്തരായിട്ട് പുറത്തു വരുന്നു. മാത്രമല്ല, ഈ തെറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരെയൊന്നും പുറത്താക്കാനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇവർ ഇതിൻ്റെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടി ഓരോരോ കഥകളുണ്ടാക്കി ജനങ്ങൾക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഇന്ന് ചെയ്തതുപോലെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാവും. ഇപ്പോൾ പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ നമ്മൾ ഗോവിന്ദ മാഷോട് പലവട്ടം ചോദിച്ചപ്പോഴും പറഞ്ഞത് കുറ്റപത്രം സമർപ്പിച്ചില്ലല്ലോ, അതിനുശേഷമായാൽ പോരെ ബാക്കി നടപടി എന്നുള്ളതാണ്. അത് കുറ്റപത്രം സമർപ്പിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഏതൊരാൾക്കും അറിയാം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഒരു കോടതിക്കും പിന്നെ അവർ ജയിലിടാൻ കഴിയില്ല. അപ്പോൾ ഹൈക്കോടതി നിരന്തരമായിട്ട് വാണിംഗ് കൊടുത്തു. ആ വാണിങ്ങിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികളെ ഓരോരുത്തരെ നാളെ മിക്കവാറും പോയിട്ടിയും പുറത്തിറങ്ങും. അല്ലാതെ ഇവരൊന്നും ചെയ്യില്ല. ഈ SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാനും കോൺഗ്രസോ UDF തയ്യാറല്ല. അതെ, അത് തന്നെ. ഇത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഇനി പത്മകുമാറിനെയും മറ്റേ വാസുവിനെയും കൂടെ പുറത്തിറക്കി അവർ ഈ കേസ് തേച്ച് മാച്ച് കളയാൻ നോക്കും. ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമല്ല, UDF സർക്കാർ വന്നാൽ A to Z ഞങ്ങൾ അന്വേഷിക്കും. ഈ കട്ടവരാരും രക്ഷപ്പെടില്ല. ആ കാര്യം ഉറപ്പാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ അന്വേഷണത്തിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാനൊക്കെ ആദ്യ കാര്യം ഞാൻ ഭയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞത് ഇവർ ഇനി സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ തന്നെ പിണറായിൻ്റെ കീഴിലേക്കാണ് തിരിച്ചു വരേണ്ടത്. ആ ഒരു ഭയം അവർക്കുണ്ടാകും. ആ ഭയം ഉണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി എല്ലാ ദിവസവും കാര്യങ്ങൾ അറിയുന്നുണ്ട്. SIT ഹൈക്കോടതിക്ക് മാത്രമല്ല, ഹൈക്കോടതിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകും, രഹസ്യ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും. അങ്ങനെ ഇരട്ടത്താപ്പാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരുടെ അന്വേഷണത്തിൽ സത്യം പുറത്തു വരില്ല, 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ സമരവും ചെയ്യും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ മുഴുവൻ കള്ളന്മാരെയും പിടിച്ചകത്തിടും. SIT-യിലെ ഉദ്യോഗസ്ഥന്മാർ നാളെ UDF സർക്കാരിനോട് ഇതിന് മറുപടി പറയേണ്ടി വരും. നാളെ ഇപ്പോൾ പോറ്റിയുടെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടേണ്ട സാഹചര്യമാണ്. അപ്പോൾ പോറ്റിയുടെ ഒന്നാം പ്രതി കൂടി പുറത്താവുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവൻ ഈ സ്വാഭാവികമായിട്ടും മറ്റു രണ്ടുപേരും പുറത്തിറക്കാനായിരിക്കും SIT ഇനി നോക്കുക. SIT കേസ് അന്വേഷിക്കാനല്ല, കട്ടവരെ രക്ഷിക്കാനാണ് ഇപ്പോൾ SIT നോക്കുന്നത്.